നമസ്കാരം. ഗോപൻ സ്വാമിയെ സംബന്ധിച്ച ദുരൂഹതയുടെ ഒന്നാം ഘട്ടം പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ്. ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന നാട്ടുകാരുടെ പരാതിക്ക് പരിഹാരമുണ്ടാക്കി. ഗോപൻ സ്വാമി മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹം അഴുകിയ നിലയിലാണ്. ഇന്നലെ രാത്രി മുതൽ പോലീസ് വലിയ കാവലേർപ്പെടുത്തി. വലിയ പോലീസ് സന്നാഹങ്ങളുടെ അകമ്പടിയോടെ നെയ്യാറ്റിൻകരയിലെ വിവാദ കല്ലറ പൊളിച്ചപ്പോൾ ആദ്യം തന്നെ അവിടെ സമാധിയിരുത്തിയിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തി. വീട്ടുകാർ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടതാണ് എന്നാരോപിക്കുന്നവരുടെ വായടഞ്ഞു. അങ്ങനെയല്ല, വീട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ മൃതദേഹം സമാധിയിരുത്തിയിരിക്കുകയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. മൃതദേഹത്തെ ഇരുത്തിയിരിക്കുന്ന മൃതദേഹം വീഴാതിരിക്കാൻ ചേർത്ത് വെച്ചിരുന്നു. മൃതദേഹത്തിൻ്റെ ചുറ്റിനും അങ്ങ് കഴുത്തുവരെ നിറച്ച് സുഗന്ധദ്രവ്യങ്ങൾ, കർപ്പൂരം, പൂവയൊക്കെ ഇട്ട് അതിശക്തമായി കുത്തി നിറച്ച് തന്നെ സുഗന്ധദ്രവ്യങ്ങളും പുഷ്പങ്ങളും കർപ്പൂരവുമൊക്കെ നിറച്ചിരുന്നു. മാത്രമല്ല തലയിലും നെറ്റിയിലും കവിളിലുമൊക്കെ വിഗ്രഹങ്ങളെ തേൽക്കുന്നത് പോലെയുള്ള ഭസ്മക്രിയും അണിയിച്ചിരുന്നു. അതായത് വീട്ടുകാർ സമാധിയിരുത്തി എന്ന് പറഞ്ഞത് ശരിയാണ്. പലരും ആരോപിച്ചതുപോലെ വീട്ടുകാർ കൊന്ന് കുഴിച്ചു മൂടിയതല്ല, അത് വ്യക്തമായിരിക്കുന്നു. മൃതദേഹം അഴുകിയിരുന്നു. കാരണം 8 ദിവസമായി മൃതദേഹം പുറത്തെടുക്കുമ്പോൾ കടുത്ത ദുർഗന്ധമുണ്ടായിരുന്നു. മൃതദേഹം പോലീസ് വളരെ ശ്രദ്ധിച്ച ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടു കൂടി പുറത്തെടുത്തത്. ആ മൃതദേഹം പോലീസ് അപ്പോൾ തന്നെ പ്രത്യേകം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോലീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ അനുധാവനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കളക്ടർ ഉണ്ടായിരുന്നു. കളക്ടറും സ്ഥലം കാലിയാക്കി. അതായത് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഗോപൻ സ്വാമിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് വലിയ തോതിൽ പൂവിട്ട് സംരക്ഷിക്കുന്ന തരത്തിലാണ് വീട്ടുകാർ വെച്ചിരുന്നത്. അങ്ങനെ മൃതദേഹവുമായി ആംബുലൻസ് കടന്നുപോയിരിക്കുന്ന ആ ഒരു എപ്പിസോഡ് പൂർത്തിയായിരിക്കുന്നു. ഇനി കണ്ടെത്തേണ്ടത് എന്താണ് ഗോപൻ സ്വാമിക്ക് സംഭവിച്ചതെന്നാണ്. അവിടെയാണ് ഗോപൻ സ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെയും ഭാവി നിർണ്ണയിക്കപ്പെടുന്നതും നിശ്ചയിക്കപ്പെടുന്നതും. വീട്ടുകാർ പറഞ്ഞിരുന്നത് ഗോപൻ സ്വാമി രോഗബാധിതരായിരുന്നു. ഇപ്പോഴും ഇന്നും അയൽപ്പക്കക്കാരൊക്കെ, ഈ പരാതി കൊടുത്തവരടക്കമുള്ള അയൽപ്പക്കക്കാർ രംഗത്ത് വന്നിട്ട് അവരൊക്കെ പറയുന്നത് ഗോപൻ സ്വാമി ഞങ്ങൾക്കൊക്കെ നന്നായി അറിയാം. അതിലൊരു തൊഴിലാളിയായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞ് എന്നോടൊപ്പം പണിക്ക് പോയിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് മണ്ണെടുക്കാനും മറ്റും പോയിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പണി ചെയ്തിരുന്നതാണ്, ദീർഘകാലമായ ബന്ധമുണ്ട്. ഗോപൻ സ്വാമിക്ക് ആത്മീയ താല്പര്യം കൂടുതലായിരുന്നു. ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ നേരത്തെ മരിച്ചു പോയിരുന്നപ്പോഴും ഇങ്ങനെ തന്നെ പ്രത്യേകം അടക്കുകയായിരുന്നു, ഇവിടെ ആയിരുന്നില്ല. പിന്നീട് മരുത്വാമലയിൽ ഗോപൻ സ്വാമി അല്പം സ്ഥലം വാങ്ങി അവിടെ ഒരു ക്ഷേത്രം പണിയാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അത് വിറ്റതിന് ശേഷം ആ പണം കൂടി കൊണ്ടുവന്നാണ് ഇപ്പോഴത്തെ താമസ സ്ഥലത്തിന് സമീപമുള്ളിടത്തൊരു ചെറിയ ശിവക്ഷേത്രം പണിതത്. അതിന് നാട്ടുകാരുടെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. നാട്ടുകാരുമായി നല്ല ബന്ധമായിരുന്നു ഗോപൻ സ്വാമിക്കും നാട്ടുകാർക്കും. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യമുണ്ട്. ഗോപൻ സ്വാമി അനാരോഗ്യവാനായിരുന്നു. ഗോപൻ സ്വാമിക്ക് എണീറ്റ് നടക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർ പറഞ്ഞതിൽ കള്ളമുണ്ട്. ഗോപൻ സ്വാമി നടന്നുപോയി സമാധിയിരുന്നു എന്ന് പറഞ്ഞത് നുണയാണ്. ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയേണ്ടതുണ്ട്. ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചു എന്നറിയേണ്ടതുണ്ട്. ഗോപൻ സ്വാമിയെ ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് ബന്ധുക്കൾ കൊന്നതാണോ, അതോ ഗോപൻ സ്വാമി ഇവർ പറയുന്നത് പോലെ സമാധിയിരുന്നതാണോ എന്നാണ് കണ്ടെത്തേണ്ടത്. ഈ ഒരു വലിയ ഉത്തരവാദിത്തമാണ് പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ അന്വേഷണം പൂർത്തിയായി. ഇപ്പോൾ വീട്ടുകാർ പ്രതീക്ഷിച്ചതുപോലെ പ്രതിഷേധിച്ചില്ല, ബഹളം വെച്ചില്ല. ഇതിനു മുമ്പൊക്കെ വീട്ടുകാരുടെ വലിയ ബഹളവും അലർച്ചയും ഹിന്ദു വിശ്വാസത്തിൻ്റെ പേരുയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ബഹളമൊക്കെ ആയിരുന്നു. വാസ്തവത്തിൽ ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന് ഇത്രയധികം താല്പര്യമുണ്ടാവാൻ രണ്ടായിരുന്നു കാരണം. ഒന്ന്, സമാധിയിരുന്നതാവാം. സമാധിയെ ആരും നിരസിക്കുന്നില്ല, റദ്ദ് ചെയ്യുന്നുമില്ല. സമാധി പോലെ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ സമാധിയെ റദ്ദ് ചെയ്യേണ്ട സാഹചര്യമൊന്നുമില്ല. എന്നാൽ സമാധി ഇരിക്കണമെങ്കിൽ അതിന് ചില ചടങ്ങുകളുണ്ട്, ആചാര്യന്മാരുടെ സാന്നിധ്യമുണ്ട്. അതൊന്നും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ വീട്ടുകാർ മൃതദേഹം സമാധിയിരുത്തുമ്പോൾ അതിൽ ദുരൂഹതയുണ്ട്. സ്വാഭാവികമായി എങ്ങനെ മരിച്ചു എന്ന് സ്ഥിരീകരിക്കേണ്ട ബാധ്യതയുണ്ട്. അത് പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. രോഗബാധിതനായ ഗോപൻ സ്വാമി എങ്ങനെ സ്വയം പോയിരുന്നു എന്നും തെളിയിക്കേണ്ടത്. ഈ ദുരൂഹതയാണ് വാസ്തവത്തിൽ ഇത് ഇത്രയും വിവാദമാക്കിയത്. വാസ്തവത്തിൽ ഗോപൻ സ്വാമി സമാധിയിരുന്നാൽ അത് ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ ആർക്കും അതിൽ തടസ്സമില്ല, ആർക്കും അതിനോട് പിണക്കവുമില്ല. ആചാര്യന്മാരുടെ സഹായത്തോടെ കൃത്യമായ ചടങ്ങുകളോടെ പൊതുസമൂഹം അറിഞ്ഞ്, ഇനി പൊതുസമൂഹം അറിയുമ്പോൾ ആരും അങ്ങോട്ട് വരരുതെന്നാണെങ്കിൽ വേണ്ട, അറിയിക്കേണ്ടവരെ അറിയിച്ച്, ഔദ്യോഗികമായി സർക്കാർ സംവിധാനങ്ങളെ അറിയിച്ച്, പോലീസിനെ അറിയിച്ച് വേണമെങ്കിൽ ആചാര്യന്മാരുടെ പിന്തുണയോടെ സമാധി ഇരുത്താമായിരുന്നു. അതിനാരും എതിരായിരുന്നില്ല. സമാധി ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു ഹിന്ദു ആചാരപ്രകാരം നിലവിലുള്ള സമ്പ്രദായമായതുകൊണ്ട് ആരും എതിരായിരുന്നില്ല. ഇത് വളരെ ദുരൂഹമായി ആരും അറിയാതെ വീട്ടുകാർ തന്നെ ചെയ്തു എന്നതുകൊണ്ടും രോഗിയായ
ഗോപൻ സ്വാമി എങ്ങനെ അവിടെ എത്തി എന്നതിനെക്കുറിച്ചുള്ള ദുരൂഹത, അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു, രോഗം ബാധിച്ച് മരിച്ചതാണോ അതോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള ചോദ്യമൊക്കെ ബാക്കിയായിരിക്കുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും തർക്കമായതും ഇത് പൊളിക്കേണ്ടി വന്നതും. എന്തായാലും ഗോപൻ സ്വാമി സമാധിയിരുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് പോലീസ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കും. മരണം എങ്ങനെ സംഭവിച്ചു എന്നത് ഈ ഗോപൻ സ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. മരണം സംഭവിച്ചത് സ്വാഭാവികമാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ അവിടെ പോയി കല്ലറയ്ക്കുള്ളിൽ ഇരുന്ന് ശ്വാസം മുട്ടി മരിച്ചതാണെങ്കിൽ സ്വാഭാവികമായും അത് കൊലപാതകമായി കണക്കാക്കപ്പെടും. അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇരുത്തിയതാണെങ്കിലും അത് പ്രശ്നമാകും. ഇത് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാവും. ശ്വാസം മുട്ടി മരിച്ചതാണെങ്കിൽ അതിനുള്ള അനുമതിയില്ല. അദ്ദേഹത്തെ തലക്കടിച്ചു കൊന്നതാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഇപ്പം കല്ലറ അടച്ചു പൂട്ടിയപ്പോൾ ശ്വാസം മുട്ടി മരിച്ചതാണെങ്കിലും അത് കൊലപാതകം എന്ന കാറ്റഗറിയിൽ വരും. കാരണം അത് സമാധിയല്ല. സമാധി എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു പ്രക്രിയയാണ്. അവിടെയാണ് പോലീസ് അന്വേഷണം പ്രസക്തമാവുന്നത്. പോസ്റ്റ്മോർട്ടം അന്വേഷണത്തിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഒന്ന്, വീട്ടുകാർ പറഞ്ഞതുപോലെ സ്വാഭാവികമായും പൂർണ്ണാരോഗ്യവാനായ അദ്ദേഹം അവിടെ പോയി ജീവൻ സ്വയം നഷ്ടപ്പെടുത്തിയതാണെങ്കിൽ, സമാധി അടഞ്ഞതാണെങ്കിൽ, മരണം സ്വാഭാവികമായും സംഭവിച്ചതാണെങ്കിൽ അവിടെ പോയി ഇരുന്ന് അദ്ദേഹം തൻ്റെ ദേഹിയെ തൻ്റെ ദേഹത്തിൽ നിന്നും ഒഴിവാക്കിയതാണെങ്കിൽ അതൊരു ശാസ്ത്രീയമായി തന്നെ തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യമാണിത്. പലപ്പോഴും ഇത്തരം ആത്മീയ സത്യങ്ങൾ പലപ്പോഴും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇവിടെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തൻ്റെ ദേഹിയെ അദ്ദേഹം ദേഹത്തിൽ നിന്നും സ്വയം വിടുതൽ നൽകിയതാണെങ്കിൽ സ്വാഭാവികമായും അത് ഒരു സമാധിയായി വിലയിരുത്തപ്പെടും. വീട്ടുകാർ അതിനെ കൈകാര്യം ചെയ്ത രീതി ഇത്രയേറെ വിവാദങ്ങൾക്ക് കാരണമായെങ്കിലും വീട്ടുകാരുടെ സഹതാപം ആത്മീയ സപര്യയുടെ തുടക്കമായി അത് വ്യാഖ്യാനിക്കപ്പെടും. സ്വാഭാവികമായും ഒരു ദൈവമായി ഗോപൻ സ്വാമി പരിണമിക്കുന്ന സാഹചര്യമുണ്ടാവും. ഗോപൻ സ്വാമിയുടെ ഭക്തന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തുകയും പൂജ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാവും. ഗോപൻ സ്വാമിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയവരൊക്കെ ഗോപൻ സ്വാമിയുടെ ഭക്തരാവുന്ന വിചിത്രമായ സാഹചര്യമുണ്ടാവും. അതേസമയം ഗോപൻ സ്വാമിയുടെ മരണം അസ്വാഭാവികമാണെങ്കിൽ അത് രണ്ട് തരത്തിൽ സംഭവിക്കും. ഒന്ന്, വലിയ കുഴപ്പമില്ലാതെ തടി തപ്പാൻ കഴിയുന്ന മരണം. അതായത് ഗോപൻ സ്വാമി അവിടെ വെച്ച് മരിക്കുന്നു. മരിച്ചതിന് ശേഷം ആ മൃതദേഹം കൊണ്ടുവന്ന് അവർ സമാധി ഇരുത്തിയിട്ട് അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗോപൻ സ്വാമി മരിച്ചിട്ടില്ല, സമാധി അടഞ്ഞു എന്ന് അവകാശപ്പെടാൻ ശ്രമിക്കുന്നു. അത്തരമൊരു സാഹചര്യമാണ് രൂപപ്പെടുന്നതെങ്കിലും ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും സുരക്ഷിതരാണ്. കാരണം മരണം സ്ഥിരീകരിച്ചു. മരണത്തിന് ശേഷം അവരുടെ അന്ധവിശ്വാസം അവരെ ഇങ്ങനെയാക്കി തീർത്തു എന്നതുകൊണ്ട് തന്നെ അത് ഗുരുതരമായ നിയമ നടപടിക്രമങ്ങളിലേക്ക് പോവുകയില്ല. വേണമെങ്കിൽ ഭക്തർക്ക് ഗോപൻ സ്വാമി സമാധി അടഞ്ഞു എന്ന വാദത്തിൽ ഊന്നി മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടാവും. അതേസമയം ഗോപൻ സ്വാമി അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ശ്വാസം മുട്ടി മരിക്കുകയോ അല്ലെങ്കിൽ ഗോപൻ സ്വാമിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ തലയ്ക്കടിച്ചോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചോ കൊലപ്പെടുത്തിയതിനു ശേഷം സമാധി ഇരുത്തുകയോ ചെയ്താൽ ഇതിൻ്റെ സംഗതി അടിമുടി മാറും. ഇത് കൊലപാതകമായി മാറും. ആ കൊലപാതകം വലിയ തോതിലുള്ള അന്വേഷണത്തിന് കാരണമാകും. ആരാണ് ഗോപൻ സ്വാമിയെ കൊലപ്പെടുത്തിയത്, മക്കളിൽ ആരാണ് കൊലപ്പെടുത്തിയത് എന്നത് പ്രസക്തമാവും. അദ്ദേഹം പ്രധാന പ്രതിയാകും. അതേസമയം മറ്റു മകനും ഭാര്യയും മകളും അടക്കമുള്ളവർ ഉത്തരവാദികളാവുന്ന സാഹചര്യമുണ്ടാകും. ഇതൊരു വലിയ കൊലപാതക കേസായി മാറും. ഇതുവരെ ഗോപൻ സ്വാമിയുടെ ആത്മീയ സ്വത്വത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പകരം കേരള ചരിത്രത്തിൽ എന്നല്ല ഭാരതീയ ക്രിമിനൽ ന്യായ വ്യവസ്ഥയിൽ തന്നെ ഒരു വിചിത്രമായ കൊലപാതകമായി ഇത് ചേർക്കപ്പെടും. പല കൊലപാതകങ്ങളും ഇങ്ങനെ വിചിത്രമായി സംഭവിക്കുകയും ചേർക്കപ്പെടുകയും ചെയ്യാറുണ്ട്. കൂടത്തായി കൊലപാതകം നമുക്കറിയാം. നാളുകൾക്ക് ശേഷമാണ് കൊലപാതകം തെളിഞ്ഞതും അതിൽ മരുമകളായി ജോളി അറസ്റ്റ് ചെയ്യപ്പെടുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ കേരളം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വിചിത്രമായ കൊലപാതകമായി മാറാം. അതായത് ഗോപൻ സ്വാമി ദൈവമാകണോ അതോ ഒരു കൊലപാതക ഗൂഢാലോചനയിലെ പാവം ഇരയാവണോ എന്നത് ഇനി വരുന്ന ദിവസങ്ങളിലാണ് തീരുമാനിക്കപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് തുടരുമെന്ന് തീർച്ചയാണ്. രണ്ടിലേത് സംഭവിച്ചാലും, അതായത് കൊലപാതകമായാൽ വലിയ തോതിൽ വാർത്തകളിലേക്ക് ആ ഗോപൻ സ്വാമിയുടെ മക്കളും ഭാര്യയും ഒക്കെ നിറയും. അതേസമയം ആത്മീയ നിറവാണ് തെളിയിക്കപ്പെടുന്നതെങ്കിലും ഗോപൻ സ്വാമിയുടെ കുടുംബം വാർത്തകളിൽ നിറയും. അതേസമയം സ്വാഭാവികമായൊരു മരണത്തെ അവർ ഒരു സമാധിയാക്കി മാറ്റി അത് മുതലെടുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആഘോഷിക്കാൻ ശ്രമിച്ചു എന്നതാണെങ്കിൽ അത് വലിയ ഒച്ചപ്പാടുകളൊന്നുമില്ലാതെ ഒരു സഹതാപത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് സംഘത്തിൻ്റെ റിപ്പോർട്ടുകളുമായിരിക്കും. എന്നാൽ ഗോപൻ സ്വാമിയെ ചുറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത നീങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹം അഴുകിയ നിലയിലാണ്. പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി തെളിയേണ്ടത് ഗോപൻ സ്വാമിക്ക് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള കടങ്കഥകൾ അഴിയുക എന്നതാണ്.